ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, എൻ ഷംസുദ്ദീൻ, പി കെ കുഞ്ഞാലിക്കുട്ടി, എ പി അനിൽകുമാർ തുടങ്ങിയ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും കെ മുരളീധരൻ എല്ലാവരും അവിടെയുണ്ട്. ലോക് ഭവനിലേക്ക് എത്തിയിരിക്കുകയാണ്. ചായ സൽക്കാരത്തിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. എ പി അനിൽകുമാറിനൊപ്പം വി ഡി സതീശൻ, കെ മുരളീധരൻ എല്ലാവരും ലോക് ഭവനിനകത്തേക്ക്. രമേശ് ചെന്നിത്തല ആദ്യം തന്നെ അവിടെയുണ്ട്, ലോക് ഭവനകത്തുണ്ട്. പാണക്കാട് തങ്ങളുണ്ട്. ലോക് ഭവൻ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ചായ സൽക്കാരം ആരംഭിക്കുകയാണ്. സി പി ജോൺ, അനൂപ് ജേക്കബ്, എൻ ഷംസുദ്ദീൻ, ഇപ്പോൾ മന്ത്രിമാരായി, സർക്കാരായി, മുഖ്യമന്ത്രിയായി ചായ സൽക്കാരം ലോക് ഭവനിൽ. അത് കഴിഞ്ഞാണ് ക്യാബിനറ്റ്. ആദ്യത്തെ മന്ത്രിസഭാ യോഗം ലോക് ഭവനിൽ അകത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. മാറ്റത്തിന്റെ തുടക്കം ആദ്യ മണിക്കൂറുകളിൽ കണ്ടു തുടങ്ങുന്നു എന്ന് പറയണം. ഇന്നലെ മാധ്യമ പ്രവർത്തകർക്കൊപ്പം സെൽഫി എടുത്ത മുഖ്യമന്ത്രിയും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് ഞാൻ, എല്ലാവർക്കും ഒപ്പമുണ്ട് എന്നുള്ളൊരു സന്ദേശം നൽകാൻ വി ഡി സതീശൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ നിമിഷം ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇപ്പോൾ ലോക് ഭവനിലെ അകത്തെ ഫസ്റ്റ് ഫ്ലോറിലെ പ്രധാനപ്പെട്ട ഹാളാണിത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി എത്തി, മന്ത്രിമാരെത്തി, തങ്ങളുണ്ട് കൂടെ. ടി എസ് ഹരികൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരി, അവിടെ ലോക് ഭവനിൽ ചായ സൽക്കാരം തുടങ്ങി. ഇനി ഇവിടെ നിന്നുള്ള മടക്കം. അത് കഴിഞ്ഞാണ് ആദ്യത്തെ ക്യാബിനറ്റ് ബ്രീഫിംഗ് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ഹരി, അതെ, അതിനുള്ള സാധ്യതയുണ്ട്. വാർത്താ സമ്മേളനം, അതായത് ആദ്യത്തെ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ആ വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നേരത്തെ ആര്യ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇതുവരെ കാണാത്ത പല കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം കാണാത്ത പല കാര്യങ്ങളും സെക്രട്ടേറിയറ്റ് പരിസരത്തും സെക്രട്ടേറിയറ്റിനുള്ളിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ക്യാബിനറ്റ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ്. അതിൽ എത്രത്തോളം വലിയ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് നൽകിയ കുറച്ച് വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങളോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അല്പസമയം കൂടി കഴിയുമ്പോൾ ചായ സൽക്കാരം പൂർത്തിയാകും. ലോക് ഭവനിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന സംഘം ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്യും. നേരത്തെ നമ്മൾ കണ്ടതുപോലെ എല്ലാവരും പല സമയങ്ങളിലാണല്ലോ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത്. മുഖ്യമന്ത്രി വരുന്നു, മറ്റു മന്ത്രിമാർ പല ഘട്ടങ്ങളിലായി എത്തുന്നു. എനിക്ക് തോന്നുന്നത് ഈ ചായ സൽക്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല ദൃശ്യങ്ങളായിരിക്കും. ആ വിഷ്വൽസ് നല്ലതായിരിക്കും. കാരണം രാജ്ഭവന്റെ ഉള്ളിൽ നിന്ന് ആദ്യത്തെ വാഹനമായി മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം പോകുന്നു. അതിന് പിന്നാലെ 1-ാം നമ്പർ വാഹനം വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ വാഹനം പോകുന്നു. അത് കഴിഞ്ഞ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാഹനം പോകുന്നു. പിന്നാലെ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, അങ്ങനെ എല്ലാവരും ഓരോ അകമ്പടിയായി തന്നെ മുഖ്യമന്ത്രിക്കൊപ്പം ഒരു ടീം UDF ആയി പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് ആ ഔദ്യോഗിക വാഹനത്തിൽ പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയം കൂടി കഴിയുമ്പോൾ ലോക് ഭവന് മുന്നിൽ നിന്ന് കാണാൻ കഴിയും. ഇവിടെ നിന്ന് നേരെ പോകുന്നത് സെക്രട്ടേറിയറ്റിലേക്കാണ്. അതിലൊരു സംശയമുള്ളത്, ഇനി മറ്റു മന്ത്രിമാർ ഈ അനക്സിലും അനക്സ് 1-ലും അനക്സ് 2-ലും ഒക്കെ മന്ത്രിമാരുടെ ഓഫീസുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ പോയി ജോയിൻ ചെയ്തതിന് ശേഷമായിരിക്കുമോ ക്യാബിനറ്റിലേക്ക് പോകുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. അത് സെക്രട്ടേറിയറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവിടെ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അല്ല എങ്കിൽ നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകും. അവിടെ ക്യാബിനറ്റ് ചേരുകയും ചെയ്യും. അതിലാണ് നമ്മൾ ഈ നിർണായക പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ബ്രീഫിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ഇപ്പോൾ ലോക് ഭവനകത്ത് ചായ സൽക്കാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാറ്റങ്ങളുടെ തുടക്കം നമ്മൾ കാണുന്നു. അത് സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, പല മാറ്റങ്ങളും നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് വാർത്താ സമ്മേളനമുണ്ട്, ക്യാബിനറ്റ് ബ്രീഫിംഗ് ഉണ്ട്. ആദ്യത്തെ മന്ത്രിസഭാ യോഗം വളരെ നിർണായകമാണ്. നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ മന്ത്രിസഭാ യോഗം ഉടൻ തന്നെ ഉണ്ടാകും. അപ്പോൾ ലോക് ഭവനിലെ ഈ ചായ സൽക്കാരം കഴിഞ്ഞ് നേരെ ആദ്യത്തെ ക്യാബിനറ്റിലേക്ക് പോകാനായിരിക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും. കൂടുതൽ ദൃശ്യങ്ങൾ ലോക് ഭവനകത്ത് നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഇപ്പോൾ ചായ സൽക്കാരം ആരംഭിച്ചിരിക്കുകയാണ് ലോക് ഭവനകത്ത്.